ഇന്ന് ഞാൻ നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ വെച്ചുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ റോസയ്ക്ക് 15 ദിവസം കൂടുമ്പോൾ മാറി മാറി ഒഴിച്ചു കൊടുക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ്. ഇത് ഒഴിച്ചു കൊടുത്താൽ വേറെ 15 ദിവസം കൂടുമ്പോൾ വേറൊരു ഫെർട്ടിലൈസർ ആയിരിക്കും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നല്ലപോലെ പൂക്കളും നല്ല പുതിയ തളിർപ്പുകളും മുട്ടുകളും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനായിട്ട് നമ്മൾ മാറി മാറി നല്ല നല്ല ഫെർട്ടിലൈസർ നമ്മുടെ ചെടികൾക്ക് കൊടുത്തേ മതിയാവത്തുള്ളൂ. എന്നാൽ മാത്രമേ നല്ലപോലെ കട്ടയ്ക്ക് പൂക്കളും അതുപോലെ തന്നെ വലിയ പൂക്കളും നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കളും ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പം പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാനും ആ ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യാൻ ഞാൻ ഇന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ കൊടുത്തപ്പോൾ നല്ലപോലെ വലിയ പൂക്കൾ വന്നതാണ്. ഈ നല്ല ഒരു കൊലയിൽ തന്നെ നല്ലതായിട്ട് പൂക്കൾ വിരിഞ്ഞത്. നമ്മുടെ നേഴ്സറിലൊക്കെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന പോലെ തന്നെ നമുക്കും നല്ല പോലെ പൂക്കൾ വിരിഞ്ഞ് കിട്ടും. നമ്മുടെ ചെടികൾക്ക് നമ്മൾ തന്നെയാണ് നല്ല വളങ്ങൾ ചെടിച്ചട്ടിയിലുള്ള ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയ വളങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത് തന്നെ അത്യാവശ്യമാണ്. ഇവിടെ മണ്ണിൽ നടുന്ന ചെടികൾക്കാണെങ്കിൽ ധാരാളം മൈക്രോ ന്യൂട്രിയൻസുകൾ മണ്ണിൽ നിന്നും ചെടികൾ വലിച്ചെടുത്തോളും. നമ്മൾ ഇടയ്ക്കൊക്കെ വളം ചെറിയ ചെറിയ വളങ്ങൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നാൽ ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന ചെടികൾക്ക് നമ്മൾ തന്നെ അതിന് വളം കൊടുത്താൽ മാത്രമേ അത് നന്നായിട്ട് പൂക്കൾ ഇടുകയും അതുപോലെ തന്നെ മുരടിപ്പൊക്കെ മാറി നല്ല പുതിയ തളർപ്പുകളും പൂമുട്ടുകളും ഒക്കെ വിരിയാനായിട്ട് സഹായിക്കുകയും ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഓരോരോ കാര്യങ്ങളും മാറി മാറി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മുടെ റോസകളും ഏത് ചെടികളായിട്ടും നന്നായിട്ട് പൂക്കാനും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെയാണ് നന്നായിട്ട് കായ്ഫലം തരാനും ഒക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാത്തിനും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ അരി കഴുകിയ വെള്ളമാണ്. ഇത് കുത്തരി കഴുകിയ വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ എപ്പോഴും ഇപ്പോൾ കുത്തരി കഴുകിയ വെള്ളമാണ് നമ്മുടെ ജൈവ കീടനാശിനിയൊക്കെ ഉണ്ടാക്കാനായിട്ടും ഒക്കെയും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2-3 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് പൂക്കാനും അതുപോലെ ചെടികളിലെ മുരടിപ്പൊക്കെ മാറി കിട്ടാനും വളരെയധികം സഹായിക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ പൊട്ടറ്റോയുടെ തൊലിയും കൂടെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. പൊട്ടറ്റോയുടെ തൊലിയും ഇതുപോലെ തന്നെ നല്ലൊരു വളമായിട്ട് നമുക്ക് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ നല്ലപോലെ പൂക്കൾ ഉണ്ടാവാനായിട്ടും അതുപോലെ തന്നെ നല്ല ഒരുപാട് പൊട്ടാഷ്യം കണ്ടനൊക്കെ അടങ്ങി നമ്മുടെ കഞ്ഞിവെള്ളത്തിലും കാടിവെള്ളത്തിലും ഒക്കെ ഈ അരി കഴുകിയ വെള്ളത്തിലൊക്കെ ഒരുപാട് പൊട്ടാഷ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ വളരെയധികം പൂക്കാനായിട്ട് സഹായിക്കുന്നു കേട്ടോ. പൊട്ടറ്റോ തൊലിയും നല്ലൊരു ഫെർട്ടിലൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പൊട്ടറ്റോ തൊലിയും ഉലുവയും ഈ കാടിവെള്ളത്തിലേക്ക് അരി കഴുകിയ വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ട് ഒരു 3 ദിവസം കുളിപ്പിച്ചതിന് ശേഷം ഞാൻ വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വേണേലും ഒന്ന് കൊടുക്കാം. ഞാൻ അടിച്ചെടുത്തില്ല, കാരണം അതിനകത്ത് ഓൾറെഡി അതിനകത്തെ നല്ലപോലെ എൻ്റെ കണ്ടന്റ് എല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 ഇടം കിട്ടിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3 ലിറ്റർ വെള്ളം കൊണ്ട് ഡൈലൂട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡൈലൂട്ട് ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് എത്ര ലിറ്റർ വെള്ളം കൊടുക്കണം എന്നൊക്കെ. അപ്പം ഞാനിപ്പം 3 ലിറ്റർ വെള്ളമാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ കട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് പെട്ടെന്ന് ആ ഒരു ചെടി ഉണങ്ങിപ്പോവും. വളം ഒരു തിക്കായിട്ട് കൊടുക്കുന്നത് ഒരിക്കലും നല്ലതായിട്ട് ലൂസാക്കി കൊടുക്കാവുള്ളൂ. അപ്പോൾ ഓരോ രീതിയിലും നമ്മൾ ഓരോ വളം എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ ചെടിയുടെ ചൂടൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് ഓരോ ചെറിയ കപ്പ് വീതം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വീതം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാ ചെടിക്കും. 15 ദിവസം കൂടുമ്പോൾ നമുക്കിത് കൊടുക്കാം. നല്ല വെയിലുള്ള സമയം നോക്കി കൊടുക്കുക. രാവിലെയോ ഏകദേശം വൈകുന്നേരം. റോസയ്ക്കൊക്കെ രാവിലെയാണ് എപ്പോഴും വളങ്ങൾ കൊടുക്കുന്നത് നല്ലത്. വൈകുന്നേരങ്ങൾ കൊടുക്കുമ്പോൾ ആ ഒരു വെള്ളം തിങ്ങി നിന്നിട്ട് നമ്മുടെ ചെടിയുടെ ഇലയൊക്കെ മഞ്ഞ നിറമായി പോവും. അതുകൊണ്ട് ഞാൻ മിക്കവാറും രാവിലെയാണ് ഒരു 7-8 മണി 9 മണി ആകുമ്പോഴത്തേനൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ചെടിയിൽ നന്നായിട്ട് പുതിയ തളിർപ്പുകളും ഇതുപോലെ നല്ലതായിട്ട് പൂക്കളും ഉണ്ടാവാൻ സഹായിക്കുന്നു. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഓരോ വളങ്ങളിടുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഓരോ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവർക്കൊന്ന് ഫോളോ ചെയ്തിട്ട് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.